നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ ടിപ്പാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുടി പൊട്ടിപ്പോവുക. ഈ സീസണിൽ, മഞ്ഞ സീസണിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്ക് മുടി കൊഴിച്ചിൽ നല്ല പോലെ ഉണ്ട്. അതേപോലെ തന്നെ മുടിയുടെ തുമ്പ് പൊട്ടിപ്പോവുക, കാറ്റുകാലമൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനെ സംരക്ഷിച്ചെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് ഐറ്റംസിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. അത് ഒന്നാമത്തെ സാധനം നമ്മുടെ കറ്റാർവാഴയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല നമ്മളിതേപോലെ ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉതിർത്തിയിട്ട് ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു മാസം വരയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് കഴിയണ വരയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. ഒരു വാട്ടോ ഒന്നും വരില്ല. ഇതിപ്പോൾ ആഴ്ചയൊക്കെ എത്തിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയാണ്. ഇപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ പിന്നെ വേപ്പിൻ്റെ മരമുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഈ പണിയാണ് ഇപ്പോൾ ചെയ്ത് വയ്ക്കണത്. അപ്പോൾ ഇല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേപ്പിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ ഇതേപോലെ ചെപ്പിലാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി കാലം നമുക്ക് വേപ്പിൻ്റെ ഇല ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഫ്രഷ് കിട്ടുകയാണെങ്കിൽ, വിഷമൊന്നും അടിക്കാത്ത സാധനമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തലയിലേക്കും മുഖത്തേക്കൊക്കെ എടുക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലേ. കറിയിലേക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിടാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ ഈ മഞ്ഞ കളറൊക്കെ കളഞ്ഞ് ഈ സൈഡൊക്കെ ചെത്തി തൊലിയൊന്നും കളയണ്ട കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഇത് മുഴുവനൊന്നും വേണ്ട, പകുതി മതി, കഷ്ണങ്ങളാക്കിയിട്ട് നല്ല പോലെ മിക്സിയിൽ അങ്ങോട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ തലയിലേക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് തലയിൽ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യണം തോന്നുകയാണെങ്കിൽ, വാഷ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ തലയിൽ പൊടിപടലങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ അത്യാവശ്യം നമുക്ക് തലയിലേക്ക്, നമ്മൾ വിചാരിക്കും തലയിൽ എണ്ണയൊന്നും തേക്കണില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തലയിലൊന്നും ഉണ്ടാവില്ല എന്ന് നോക്കി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ തലയിലുള്ളിൽ അങ്ങനെ തിരീശ് ഇങ്ങനെ കട്ടി പോലെയൊക്കെ ആയിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ നാക്കുമ്പോൾ അഴുക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത് കഴുകാനായിട്ട് നമുക്ക് മൈല്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഇല്ലെങ്കിൽ ബേബി ഷാമ്പു ഇട്ട് ഈ നമ്മൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ സിറം, അതിലോട്ട് ഇച്ചിരി ആ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് നല്ല പോലെ പതപ്പിച്ച് നമ്മുടെ തലയിലേക്കൊക്കെ തേച്ച് കഴുകി കളയുകയാണെങ്കിൽ തലവെട്ടി നല്ല രീതിയിൽ ക്ലീൻ ആവും. അപ്പം തന്നെ നമ്മുടെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പം നമ്മുടെ ഇതിൽ ഈ കറ്റാർവാഴയും ഈ കറിവേപ്പിൻ്റെ ഇലയും ഉണ്ടാകുമ്പോൾ, കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടണതാണ്, കറ്റാർവാഴയും മുടിയുടെ വളർച്ച കൂട്ടുന്നതാണ്. കറ്റാർവാഴ അതുപോലെ തന്നെ താരം കളയാനും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ എല്ലാ റിസൾട്ടും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കറ്റാർവാഴയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടീനെയൊക്കെ ഉപ്പിച്ചോളം വളർത്താമെന്നല്ല ഉദ്ദേശിച്ചത്, ഉള്ളതിനെ നല്ല കട്ടിയാക്കിയിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കുക, മുടി പൊട്ടണത് തടയുക. ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു മുടിയും കൂടി നമുക്ക് കിട്ടും. പിന്നെ ആ ഷാമ്പു ഇട്ടിട്ട് നമ്മൾ കഴുകിയിട്ടൊന്ന് മുടി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സിൽക്കായിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോളൂ കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ കറ്റാർവാഴ മാത്രം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ജെല്ലും മാത്രം എടുത്തിട്ട് തലയിൽ ഇങ്ങനെ ഉരച്ച് കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ നല്ലൊരു സ്മൂത്തനിങ് ചെയ്ത, നേച്ചുറലായിട്ട് സ്മൂത്തനിങ് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർലറിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നമുക്ക് തോന്നും നിങ്ങളുടെ മുടി എന്താ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന്. ഞാനിപ്പോൾ വെട്ടി ഈ ലെവലിലേക്കാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇത്രയ്ക്കേ ഞാനിനി നോക്കണുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരാണ്ടല്ല, നമ്മൾ ഇതിലത്തെ വീഡിയോസിലൊക്കെ എൻ്റെ മുടി അരേര അടുത്തേക്ക് വളർത്തിയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ഞാൻ അതിലിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളർത്തി നമ്മളൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി അടിഭാഗം ഇങ്ങനെ കോല് പോലെയാവും. അപ്പോൾ അതൊരു വൃത്തിയിലാണ്. അപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ ഇങ്ങനെ തിക്കായിട്ട് കിടക്കണതല്ലേ നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് നോക്കാൻ എളുപ്പമായി, ഈരാൻ എളുപ്പമായി, എല്ലാം കൊണ്ട് എളുപ്പമായി അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ കൊണ്ട് നടക്കണത്. അപ്പോൾ പിന്നെ നല്ല കറുപ്പ് നിറക്കായിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇല സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം വരും കേട്ടോ. പിന്നെ അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിച്ചലിനും എല്ലാത്തിനും തുമ്പ് പൊട്ടി പോകാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പിന്നത്തെ ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചുമക്കളുടെ തലയിലായാലും വലിയവരുടെ തലയിലായാലും ഈ പാൻ എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ എളുപ്പം കൊണ്ടൊന്നും അങ്ങനെ മാറില്ല. മക്കൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അരിയത്തിരിക്കുന്ന ആളുടെ തലയിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ തലയിലേക്കും വരും.
അത് വന്നാൽ തന്നെ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണല്ലേ. നമ്മുടെ തലയിൽ തന്നെ ഒരെണ്ണം എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പുറ്റു 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 പോലെയുള്ള തലകളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതിന് നമ്മൾ കെമിക്കലായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു ഹോം റെമഡി ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇത് കക്കനവേപ്പിൻ്റെ ഇല, അതായത് ആര്യവേപ്പിൻ്റെ ഇല കുറച്ചെടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഇതൊന്നും തലയ്ക്ക് ദോഷം ചെയ്യണതൊന്നല്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇച്ചിരി മഞ്ഞളും കൂടിയിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീര് നല്ല പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് പിന്നെ ഇച്ചിരി നമ്മുടെ മൈല്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കാം. എന്തായാലും അത് നല്ലപോലെ വാഷ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഒരു 30 മിനിറ്റ് നേരം തേച്ച് കൊടുക്കുക. ഇത്ര അധികം പാനും താരനും ഇതൊക്കെ താരനോടുകൂടി പോകട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതൊക്കെ ഇരുന്ന അസ്വസ്ഥത വന്നിട്ടേ തലയിലൊക്കെ ഇങ്ങനെ പൊറ്റ പോലെയുള്ള താരനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പാനും ഈരും പോകുന്നത് മാത്രമല്ല, തലയിലത്തെ അങ്ങനെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും തലയിലത്തെ സ്കിന്നിനൊന്നും മേത്ത് മാത്രമേ ഉള്ളൂ എന്ന്, തലയിലത്തെ സ്കിന്നിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ടിപ്പ് അടിപൊളിയാണ്. നേച്ചുറലായ ടിപ്പാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഇതിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാം. ഈ ഇഞ്ചിയുടെ മണം എന്ന് പറഞ്ഞാൽ പാനുകൾക്ക് ഇഷ്ടമല്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലൊരു ആൻറ്റി ഇതാണ് ഐറ്റമാണ്. അപ്പോൾ ഇത് രണ്ടും പിന്നെ അതിൽ നമ്മൾ ഇച്ചിരി മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഈ വക സാധനങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി മഞ്ഞൾ, എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അതിലോട്ട് അരമുറി നാരങ്ങ നീര് വീഴ്ത്തുക, പിന്നെ ഷാമ്പു, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുത്ത് കഴുകി കളയാം കേട്ടോ. നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞിട്ട് നിങ്ങളിത് നോക്കി കഴിഞ്ഞാൽ ആരുടെയാണ് തലയിൽ ഇത്രയ്ക്ക് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ മാറി കിട്ടും. ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അത്ര അധികം ഉള്ളവരാണെങ്കിൽ 1-2 അങ്ങനെ കുറച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ പോയി കിട്ടും കേട്ടോ. അത് നല്ല അടിപൊളിയൊരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.